ED കേസിൽ CPM വീണയെ ന്യായീകരിക്കാനില്ല. ഈ വീണയെ ന്യായീകരിക്കാനില്ല എൻ്റെ മാഷേ. ഏത് മാഷ്? ഗോവിന്ദൻ മാഷ്, അപ്പൻ ഗോവിന്ദൻ മാഷ് പറയാണ്, വെറും മാഷല്ല കേട്ടോ, കളിമാഷ് പറയാണ്, ED കേസിൽ CPM വീണയെ ന്യായീകരിക്കാനില്ല. എന്റെ അന്തം കമ്മികളെ, ഈ കോമാളിനെ നിങ്ങൾ വെച്ചിരിക്കണോ? ഇയാള് പാർട്ടി സെക്രട്ടറി, അക്കാലത്തൊക്കെ ഇയാൾ പാർട്ടി സെക്രട്ടറി അല്ലേ? കഴിഞ്ഞ ഇത്രയും കാലമായിട്ട്, അതായത് ഇയാൾക്ക് ശേഷം, ആർക്ക് ശേഷം? നമ്മുടെ കോടിയേരിക്ക് ശേഷം ഇയാളല്ലേ പാർട്ടി സെക്രട്ടറി. അടക്കാലത്തെ വിജയരാഘവൻ വന്നിരുന്നതിന് ശേഷം ഇയാളാണ് പാർട്ടി സെക്രട്ടറി. ഇയാൾക്ക് ബോധം ഉയർന്നില്ല. ഇനിയോ പറഞ്ഞുകൊണ്ടിരുന്നതാണ് വീണ ഏറ്റവും അവസാനം 2 ആഴ്ച മുമ്പ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക്, അതായത് വീണ താമസിക്കുന്ന വീട്ടിൽ, പിണറായി വിജയൻ താമസിക്കുന്ന വീടല്ല, വീണ താമസിക്കുന്ന വീട്ടിലേക്ക്, വീണ താമസിക്കുന്ന വീട് നമ്മൾ പിണറായി വിജയന്റെ വീട് എന്നല്ല പറയാ, അവിടേക്ക് ED ഈ റെയ്ഡിന് ചെന്നപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? പിണറായിയെ ആക്രമിക്കാൻ വരുന്നു, പിണറായിയെ എന്താ പറയാ, രാഷ്ട്രീയ വിരോധം മൂലം പിണറായി പിടിക്കാൻ വരുന്നു. പിണറായി എന്നെ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചില്ല. അത് പിണറായി പറഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ ദിവസം പിണറായി എന്താ പറഞ്ഞത്? നമുക്ക് ഒന്നിച്ച് നേരിടാന്നാ പറഞ്ഞത്. അതായത് എന്റെ മോളെ ED പിടിക്കാൻ വന്നിക്കുന്നത്, അങ്ങനെ പറയുന്നത്, എന്റെ മോളെ ED പിടിക്കാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് സഖാക്കളെ നമുക്ക് ഒന്നിച്ച് നേരിടാം. അപ്പോഴാണ് മരുമോൻ പറഞ്ഞത്, എന്താ പറഞ്ഞത്? നമ്മളിത് അവസാന ശ്വാസം വരെ നമ്മൾ നേരിടുന്ന പറയുന്നത്. ആര്? മരുവൻ. ഉളുപ്പില്ലാത്ത മരുവൻ. ഇപ്പൊ കാണാനില്ല, ഇപ്പൊ ബേപ്പൂര് കാണാനില്ല. ബേപ്പൂര് ഇപ്പൊ ആ വഴിക്കൊന്നും പോയിക്കൂടാ എന്ന് പറഞ്ഞാൽ ഗതാഗത കുരുക്കുകൊണ്ട് മൂപ്പര് മേൽപ്പാലുണ്ടാക്കിയത് പകുതി വഴിക്ക് വെച്ച് അത് പണി നിർത്തി. അതിന് വേണ്ട ഒരു സജ്ജീകരണങ്ങളും ചെയ്തില്ല, സർവീസ് റോഡുകളൊന്നും ശരിയാക്കിയില്ല. ഇപ്പോഴാകെ ഗതാഗത കുരുക്കാണ്. ഇത് UDF തകരാറാണെന്നാണ് സഖാക്കൾ പറയുന്നത്. മരുവനെ കാണാനില്ല. നമ്മളെ പൈസ എടുത്തിട്ടാണ് മുക്കിയത്. ഇതിപ്പോ കരിമണൽ കർത്ത ഈ വീണക്ക് 2.78 കോടി കൊടുക്കാന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് കൂടി അവകാശപ്പെട്ട പൈസയാണോ? കാരണം ഈ കരിമണൽ കർത്തയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്വന്തം കമ്പനിയല്ല. അത് ഒരു രീതിയിൽ അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. 13.14% ഷെയർ KSIDCക്ക് ഉണ്ട്. KSIDC എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് 13.14% മുതൽ മുടക്ക് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് കിട്ടുന്ന ലാഭത്തിന്റെ 13.14% നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടേണ്ടതാണ്. അതാണ് 2.78 കോടി രൂപ വീണ അടിച്ചോണ്ട് പോയത്. ഏത് വീണ? ഈ പറയുന്ന റിയാസിന്റെ ഭാര്യ, റിയാസിന്റെ 2ാം ഭാര്യ. അപ്പോൾ അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ പോക്കറ്റ് അടിച്ചതിന്റെ ഒരു വിഹിതം ഇപ്പറഞ്ഞ റിയാസിനും കിട്ടിയിട്ടുണ്ടോ? പിന്നെ റിയാസിന് ഇറങ്ങി നടക്കാൻ പറ്റുമോ? തലയിൽ മുണ്ടിട്ടിട്ട് നടക്കട്ടെ. പിന്നെ ഉളുപ്പില്ലാത്തോണ്ട് ഇളിച്ച് ചാടിങ്ങാണ്ട് ഇങ്ങനെ തൊഴഞ്ഞു നടക്കും. പക്ഷെ കാണാനില്ല. ഇതാ പറഞ്ഞത്. ഇനി എന്താ പറയാ? ഇത് വീണ അന്വേഷിച്ചോളെന്നാ പറയുന്നത്. ഇനി വീണും റിയാസും നടക്കട്ടെ കേട്ടോ, വീണയും റിയാസും നടക്കട്ടെ. അതാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ അങ്ങനെ കൈയൊഴിഞ്ഞു. ഗോവിന്ദനും ഛർദി വാരി തിന്നാണ്. ഗോവിന്ദന് പിന്നെ ഒരുപാട് ശീലമുണ്ട്. മൂപ്പര് ഛർദിക്കും തിന്നും. ഇതാണ് ഗോവിന്ദന്റെ ശീലം. അപ്പൊ ഗോവിന്ദൻ പറയുന്നത് എന്താണെന്നറിയോ? പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട എക്സാലോജി കേസിൽ CPMന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വീണക്ക് ED നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് പ്രതികരണം. കേസ് വീണ തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ എന്തിനാണോ നിങ്ങൾ ഇത്രയും കാലം വീണക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചത്, ഇൻഗ്ലാബ് വിളിച്ചത്? വീണ സേവനം നടത്തില്ല എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. കരിമണൽ കർത്തായുടെ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു നടത്തില്ല എന്ന്, വീണ തന്നെ പറഞ്ഞു ഞാനൊന്നും നടത്തിയില്ല എന്ന്. അവസാനം ഈ TV ചർച്ചയിൽ മുന്നിൽ വന്നിട്ട് ഈ അഡ്വക്കേറ്റ് അരുൺകുമാറും മറ്റൊരുപാട് അനിൽകുമാർ പോലുള്ള ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് വീണ സർവീസ് നടത്തി വല്ല കാര്യമുണ്ടോ? വീണയുടെ കാര്യം വീണ പറഞ്ഞോളെന്ന് പറഞ്ഞാൽ പോലെ. വീണയാണെങ്കിൽ ഇന്നേ വരെ മിണ്ടിട്ടില്ല. ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും സംശയമുണ്ട്, വീണക്ക് സംസാരശേഷി ഉണ്ടോ എന്നുള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ സംശയമുണ്ട്. കാരണം വീണ ഇതേവരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഈ TVക്ക് മുന്നിൽ വന്നതുകൊണ്ട് ഈ കാര്യം വീണ ഒരിക്കലും വിശദീകരിച്ചിട്ടില്ല കേട്ടോ. 9ാം പേജിൽ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: വീണക്ക് സമൻസ്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ബ്രിട്ടാസ് പറയാണ്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഛർദ്ദിച്ചത് മുഴുവൻ നക്കി തിന്നുകയാണ്. പണ്ട് വരെ വീണക്ക് വേണ്ടി വാദിച്ച് ഛർദ്ദിച്ച് വെച്ചിരുന്നു. അതൊക്കെ നക്കി തിന്നുകൊണ്ട് ഉളുപ്പില്ലാതെ പറയാണ്, എന്താണ്? നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. എക്സാലോജിക് CMRL ഇടപാട് കേസിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ED സമൻസ് അയച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പറയാനുള്ളതെല്ലാം SFIയോട് വീണ പറഞ്ഞിട്ടുണ്ട്. വീണയുടെ വിഷയത്തിൽ എല്ലാ ഇടപാടും നടന്നിട്ടുള്ളത് ബാങ്ക് വഴിയാണ്. ഇയാൾ വീണ്ടും പറയണം പൊട്ടത്തരം. ബാങ്ക് വഴിയും ഇത്തരത്തിലുള്ള അഴിമതിപ്പണം കൈമാറാം. ബാങ്ക് വഴി കള്ളപ്പണം, അഴിമതിപ്പണം കൈമാറാം. എന്റെ ബ്രിട്ടാസെ, നീയൊക്കെ ഏത് ലോകത്താടോ?
ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെ എത്ര കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ നടന്നുകൂടി. ഇപ്പം നമ്മുടെ ഈ എന്നോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുക. നമ്മൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേൾക്കല്ലേ? അതായത് നിങ്ങളിതാ ഡിജിറ്റൽ അറസ്റ്റിലാണ്, അതുകൊണ്ട് ഇതാ അക്കൗണ്ടിലേക്ക് എത്ര പൈസ ഇടൂ. ഇതൊക്കെ പിന്നെ ഈ തട്ടിപ്പ് പണല്ലേ? തട്ടിപ്പ് പണം, ഈ തട്ടിപ്പ് പണമൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. അതിന് നിങ്ങൾ GST അടച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക? വീണ്ടും പറയണം ഇത് ബാങ്ക് 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 ബാങ്ക്. ആടോ വീണ അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തതാണ്. എങ്ങനെ ഈ ബാങ്ക് വഴി തട്ടിപ്പ് നടത്താം, ബാങ്ക് വഴി ട്രാൻസാക്ഷനിലൂടെ തട്ടിപ്പ് നടത്താം എന്നുള്ളത് പറയുന്നതിന് ഒരു ഉളുപ്പ് കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടു പറയുന്നത് കേട്ടോ. ഈ ബ്രിട്ടു പറഞ്ഞു കഴിഞ്ഞിട്ട് മാതൃഭൂമി പത്രത്തില് വീണയുടെ സംഭവം ഇങ്ങനെയാണ്. വീണയെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്തു പറയുന്നത്. വീണയെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യും. 8 പേർക്ക് കൂടി ED നോട്ടീസ് എന്ന് പറയുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശമെന്ന് ഈ പറയുന്ന 1-ാം പേജിലെ സ്റ്റോറി അതാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കണ്ടല്ലോ 1-2